നമസ്കാരം, എവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി, ഭൂമിശാസ്ത്രത്തിലെ തന്നെ നദികൾ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള നദികളാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഇന്ത്യൻ നദികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നദി എന്ന് പറയുമ്പോൾ അവിടെ ഉത്ഭവം എങ്ങനെയായിരിക്കും? ഹിമാലയത്തിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. അത് മൂന്നെണ്ണമാണുള്ളത്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ മൂന്നെണ്ണം ഹിമാലയൻ നദികളെന്നാണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള അഞ്ചെണ്ണം, അതായത് കൃഷ്ണ, ഗോദാവരി, കാവേരി, നർമ്മദ, താപ്തി, ഇവ അറിയപ്പെടുന്നത് ഉപദ്വീപീയൻ നദികളെന്നാണ്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികൾ മൂന്നെണ്ണം: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുപോലെ ഉപദ്വീപീയൻ നദികൾ അഞ്ചെണ്ണം ഉണ്ട്: കൃഷ്ണ, കാവേരി, ഗോദാവരി, നർമ്മദ, താപ്തി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, പോഷക നദികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അതിലാദ്യം നമുക്ക് ഹിമാലയൻ നദികൾ. ഹിമാലയ നദികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ? അതിൽ സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതിന്റെ ശരിക്കും നീളം പറയുവാണെങ്കിൽ 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിൽ കൂടി ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 2880 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ കൂടി ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. പിന്നെ ഇത് ഏതിലായിരിക്കും പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കണം. ഹിമാലയൻ നദികള് ഒരെണ്ണം മാത്രം, ഈ സിന്ധു മാത്രമേ ഉള്ളൂ അറബിക്കടൽ, പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന സിന്ധു മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ. അടുത്ത ഗംഗ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ ഗുഹയിൽ നിന്നാണ്. എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ നീളം 2500 കിലോമീറ്റർ ആണ്. ഗംഗയുടെ നീളം പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ബ്രഹ്മപുത്രയുടെ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി, അതിന് നീളം 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 729 കിലോമീറ്റർ. പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ ഹിമാലയൻ നദികളില് ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. സിന്ധു മാത്രം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവറിൽ നിന്നും, ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ ഗുഹയിൽ നിന്നും, ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. സിന്ധുവിന്റെ ആകെ നീളം 2880 ആണെങ്കിൽ പോലും ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. ഗംഗ 2500 കിലോമീറ്റർ ആണ് നീളം. ബ്രഹ്മപുത്രയുടെ നീളം 2900 കിലോമീറ്റർ ആണ്. പക്ഷെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 725 കിലോമീറ്റർ മാത്രമാണ്. നമുക്ക് ആദ്യം സിന്ധു നദീനെ പറ്റി നോക്കാം. സിന്ധു നദിയുടെ അറിയപ്പെടുന്നത് തന്നെ നദികളുടെ പിതാവ് എന്നർത്ഥം ഉള്ള നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തില് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു നദിയാണ്. സിംഹ നദി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇന്ത്യയില് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ്. ഏറ്റവും കൂടുതൽ കനാലുകളുള്ള നദിയാണ് സിന്ധു നദി. എന്താണ്? ഏറ്റവും കൂടുതൽ കനാലുകളുള്ള നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. പിന്നെ സിന്ധു നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഹാരപ്പൻ സംസ്കാരം ഏതൊക്കെയാ? മോഹൻജദാരോ, ചാൻഹുദാരോ ഒക്കെ നിലനിന്നിരുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. പിന്നെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതാന്ന് ചോദിച്ചാൽ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത് പ്രധാനമായിട്ട് ഒഴുകുന്നത് ജമ്മു കാശ്മീരും ലഡാക്കിലൂടെയാണ് പ്രധാനമായിട്ട് സിന്ധു നദി ഒഴുകുന്നത്.
അപ്പോൾ അത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. സിന്ധുവിൻ്റെ ഈ പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദി ചിനാബും, ഏറ്റവും വലിയ പോഷക നദി ചിനാബും, ഏറ്റവും ചെറിയ പോഷക നദി നമ്മൾ പറഞ്ഞു ഇത്രയും പോഷക നദികൾ ഉള്ളതിൽ ഏറ്റവും വലിയ പോഷക നദി ചിനാബും ചെറിയ പോഷക നദി ബിയാസുമാണ്. അപ്പോൾ വലുത് ചിനാബും ചെറുത് ബിയാസുമാണ്. പക്ഷെ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പോഷക നദി സത്ലജ് ആണ്. ബാക്കി പാകിസ്ഥാനിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലുത് സത്ലജ് ആണ്. അല്ലാണ്ട് വെറുതെ ചോദിക്കുകയാണെങ്കിൽ ചിനാബാണ് ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് ബിയാസ് ആണ്. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് ഇത് ബിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ബിയാസ് ഏറ്റവും ചെറുതാണ്. പിന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദി ഏതാന്നെയാണ് ബിയാസ് ആണ്. അപ്പം അത്രയാണ് സിന്ധു നദിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നദികളുടെ പിതാവ്, കൂടുതൽ കനാലുകളുണ്ട്, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു, പാകിസ്ഥാന്റെ വലിയ നദിയാണ്, പിന്നെ എന്താ പറഞ്ഞത് സിംഹനദി എന്നറിയപ്പെടുന്നു, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, പിന്നെ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്, അതൊക്കെ ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ഒഴുകുന്നത് ലഡാക്ക്, ജമ്മു കാശ്മീരിൽ കൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി അടുത്ത നദിയാണ് ഗംഗാ നദി. ഗംഗേനെ പറ്റി പറയുമ്പോൾ എന്താ, ഇന്ത്യയുടെ ദേശീയ നദി അല്ലേ, ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്. അതുപോലെ ഏറ്റവും വലിയ നദിയാണ്. പിന്നെന്താ പറയുന്നത്, ദേവനദി, ജാഹ്നവി, ഹൈമവതി അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്, ഗംഗാ നദിയാണ്. ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദിയും ആരാണ്, ഗംഗയാണ്. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദിയും ഗംഗയാണ്. അതുപോലെ തന്നെ ഗംഗയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ, അത് 1986 രാജീവ് ഗാന്ധി നടപ്പിലാക്കിയതാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ മാലിന്യമുക്തമാക്കാൻ, അത് 1986 അതുപോലെ നരേന്ദ്രമോദിയും ഒരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു, നമാമി ഗംഗ അല്ലേ. അതെന്നാ, അത് 2004 നമാമി ഗംഗ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് 2004. പിന്നെ ഗംഗേനെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച് ചോദിച്ചിട്ടുണ്ട് 2008 നവംബർ 4 എന്നാണ് 2008 നവംബർ 4 ഗംഗേനെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കുമ്പം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ, ബംഗാൾ. അപ്പം അതേ സംസ്ഥാനങ്ങൾ കൂടിയാണ് ഗംഗ ഒഴുകുന്നത്. പതിക്കുന്നത് നമ്മൾ പറഞ്ഞു, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്, ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, കോസി, ഗണ്ഡക്, ഗോമതി. ഇതല്ലാണ്ട് ഒരുപാടെണ്ണം ഉണ്ട്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഗംഗയ്ക്ക് തന്നെയാണ്. ഇനി ഗംഗാ സംഗമങ്ങൾ അത് ചോദിച്ചിട്ടുള്ളതാണ്. അളകനന്ദയും ധൗളി ഗംഗയും കൂടെ സംഗമിക്കുന്നതാണ് വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട്. അതുപോലെ അളകനന്ദയും നന്ദാഗിനിയും കൂടെ സംയോജിക്കുന്നത് നന്ദപ്രയാഗിൽ വെച്ചിട്ടും, അളകനന്ദയും മന്ദാകിനി രുദ്രപ്രയാഗ്, അളകനന്ദയും ഭഗീരഥി എവിടെയാണ്, ദേവപ്രയാഗ്. പിന്നെ ഗംഗ, യമുന, സരസ്വതി ഇവ മൂന്നും കൂടെ സംഗമിക്കുന്നത് പ്രയാഗ് രാഗിൽ വെച്ചിട്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. ത്രിവേണി സംഗമം എന്നൊക്കെ പറഞ്ഞില്ല, ഗംഗ, യമുന, സരസ്വതിയും കൂടെ സംഗമിക്കുന്ന എവിടെ വെച്ചിട്ടാണ്, പ്രയാഗ് രാജിൽ വെച്ചിട്ടാണ്. ശരിക്കും ഗംഗാനദി ഉത്ഭവിക്കുമ്പോൾ ഭഗീരഥി നദിയായിട്ടാണ്. പിന്നെ അളകനന്ദയുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ഗംഗാ നദിയായിട്ട് മാറുന്നത്. അതാണ് ദേവപ്രയാഗിൽ വെച്ചിട്ട്. അളകനന്ദയും ഭഗീരഥിയും കൂടി ചേരുന്ന എവിടെയാണ്, ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഡാം തെഹ്രി ഡാം, അത് ഉത്തരാഖണ്ഡിലാണ്. അത് ഈ ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. പിന്നെ ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന അതൊക്കെ എവിടെയാണ്, ഈ ഗംഗാ നദിയുടെ തീരത്താണ് ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പോഷക നദികളും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു, യമുന, ബെത്വ, ടോൺസ്, കെന്ന്, സോണ് അതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അത് പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ഏതൊക്കെയാന്നുള്ളത്, അങ്ങനെ ചോദിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ സംഗമങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതിയും കൂടെ സംയോജിക്കുന്നത്. പിന്നെ ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദയും ഭഗീരഥയും കൂടെ സംയോജിക്കുന്നു. പിന്നെ ഗോമതി ഒരു പോഷക നദിയാണ്. അതിനെപ്പറ്റി ചോദിച്ചിരിക്കുന്നത് ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോമതിയുടെ തീരത്താണ്. പിന്നെ സോണിനെ പറ്റി ചോദിച്ചിരിക്കുന്നത് ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോണ്. ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ എന്നറിയപ്പെടുന്നത്, സോണ്. പിന്നെ യമുന ഒരു പോഷക നദിയാണ്. യമുനയുടെ ഒരു പോഷക നദിയാണ് ടോൺസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ചെറിയ 1-2 പോയിന്റ് മാത്രമേ പോഷക നദിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ.
കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഹിമാലയൻ നദികളിൽ സിന്ധു ഒഴിച്ച് ബാക്കി രണ്ടും പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അത് ഓർത്തിരിക്കണം. ഓക്കെ. പിന്നുള്ളത് ഈ ഗംഗാ നദിയുടെ ഒരു പോർഷൻ നദിയാണ് ദാമോദർ എന്ന് പറഞ്ഞു അല്ലെ, ദാമോദർ നദി. ഈ ദാമോദർ വാലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. അത് 48ലാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. അത് ഗംഗയുടെ പോഷക നദിയാണല്ലോ ദാമോദർ. ഇനി അടുത്തതാണ് ഏത്? ബ്രഹ്മപുത്ര അല്ലെ. ബ്രഹ്മപുത്രനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, അതുപോലെ തന്നെ ആഴം കൂടിയ ഹിമാലയൻ നദി. അതൊക്കെയാണ് ഗംഗയുടെ ബ്രഹ്മപുത്രയുടെ പ്രത്യേകതകൾ. കൂടുതൽ ജലം വഹിക്കുന്നു, ആഴം കൂടിയ ഹിമാലയൻ നദി. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മപുത്ര പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ലൗഹിത്യ. പിന്നെ ഇത് അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സാദിയയിൽ വെച്ചിട്ടാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ആസാമും അരുണാചൽ പ്രദേശുമാണ്. ഈ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് സാദിയയിൽ വെച്ചിട്ട്. ഈ അരുണാചൽ പ്രദേശില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ്. എന്താണ്? ദിഹാങ്. അതുപോലെ ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്ബോ. എന്താണ്? സാങ്ബോ. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. എന്താണ്? ജമുന. അപ്പൊ ദിഹാങ് എന്ന് അരുണാചൽ പ്രദേശിലും സാങ്ബോ എന്ന് ടിബറ്റിലും ജമുന എന്ന് ബംഗ്ലാദേശിലുമാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അതുപോലെ ബ്രഹ്മപുത്രയുടെ മറ്റു പേരുകളാണ് ആൺ നദി, അതുപോലെ ചുവന്ന നദി. അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബ്രഹ്മപുത്രയാണ്. ഈ ബ്രഹ്മപുത്ര നദിയിലാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ഏതാണ്? മാജുലി അല്ലെ. മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. നദീജന്യ ദ്വീപാണ്, ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികളാണ് ടീസ്റ്റ, മാനസ്, സുബൻസരി, ലോഹിത്. ഏതൊക്കെയാണ്? ടീസ്റ്റ, മാനസ്, സുബൻസിരി, ലോഹിത്. ഇതില് ഇന്ത്യയില് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി അത് ടീസ്റ്റയാണ് കേട്ടോ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്റ്റയാണ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ലോഹിത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം സ്ഥിതി ചെയ്യുന്നത്. ലോഹിത് നദിക്ക് കുറുകെയാണ് ധോള സാദിയ പാലം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ നീളം 9.15 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഈ ലോഹിത് നദിക്ക് കുറുകെയാണ് ധോള സാദിയ പാലം. അത് ഭൂപൻ ഹസാരിക പാലം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെയുള്ളത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റോഡ് കം റെയിൽ പാലം, അതാണ് ബോഗിവീൽ പാലം എന്നറിയപ്പെടുന്നത്. അതും ഈ ബ്രഹ്മപുത്ര നദിയിലാണ്. ദിബ്രുഗഡിനെയും ദാമാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. റോഡ് കം റെയിൽ പാലമാണ്. അതും ബ്രഹ്മപുത്ര നദിയിലാണ്, ആസാമിലാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ബ്രഹ്മപുത്രനെ പറ്റി പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്നതാണ് വൃത്തഗംഗ. വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, തെലുങ്കു ഗംഗ കൃഷ്ണ, പാതാളഗംഗ കൃഷ്ണ, അർത്ഥഗംഗ കൃഷ്ണ, ദക്ഷിണ ഗംഗ കാവേരി, മാൾവ ഗംഗ ബെതുവ. പഠിക്കണം കേട്ടോ. വൃത്തഗംഗ ഗോദാവരി, പിന്നെ തെലുങ്കു ഗംഗ, പാതാളഗംഗ, അർത്ഥഗംഗ, അത് മൂന്നും കൃഷ്ണ. ദക്ഷിണ ഗംഗ കാവേരി, മാൾവ ഗംഗ ബെതുവ പഠിക്കണം. പിന്നുള്ളത് ദുഃഖങ്ങളാണ്. ഇതിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. കോസി. ആസാമിന്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ബീഹാറിന്റെ ദുഃഖം കോസി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ചൈനയുടെ ദുഃഖം ഹൊയാൻഹോ. അപ്പൊ ഇന്ത്യയുടെ ദുഃഖവും ബീഹാറിന്റെ ദുഃഖവും കോസി നദിയാണ്. ആസാമിന്റെ ബ്രഹ്മപുത്ര, ഒഡീഷയുടെ മഹാനദി, ബംഗാളിന്റെ ദാമോദർ. അത് ഓർത്തിരിക്കുക. അപ്പം മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗംഗ ആക്ഷൻ പ്ലാനിന്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഗംഗ നദിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മുമ്പേ പറഞ്ഞ ദാമോദർ വാലി അത് ഓർക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അത് ഗംഗയുടെ പോഷക നദിയായ എവിടെയാണ്? ദാമോദർ എന്ന് പറഞ്ഞ നദിയിലാണ് അത് ഉള്ളത്. ദാമോദറിനെ പറ്റി പിന്നെ ചോദിച്ചേക്കുന്നത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. എന്താണ്? ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. അത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞതില് ഇപ്പൊ പറഞ്ഞ ഈ 3 നദികളിൽ സിന്ധു ഒഴിച്ച് ബാക്കി രണ്ടും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതായത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. സിന്ധു മാത്രം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അതും ഓർത്തിരിക്കണം. ഓക്കെ.
പിന്നെ ബ്രഹ്മപുത്രനെ പറ്റി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പോഷണനദികൾ പഠിക്കണം. ടീസ്റ്റ, മാനസ്, സുബാൻസരി, ലോഹിത്, ബോഗിവിൽ പാലം. ബോഗിവിലിന്റെ പ്രത്യേകത എന്താണ്? റോഡ് കം റെയിൽ പാലമാണ്. അത് ബ്രഹ്മപുത്ര നദിയിലാണ്, ആസാമിലാണ്. ദിബ്രുഘട്ടിനെയും ദാമാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്ത് പാലമാണ്? ഏറ്റവും വലിയ നീളം കൂടിയ പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ലോഹിത് നദിക്ക് കുറുകെയാണ്, ധോള സാദിയ പാലം. അതും ഓർത്തിരിക്കണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഉപദ്വീപീയ നദികളെ പറ്റിയാണ്. ഉപദ്വീപീയ നദികളിൽ തന്നെ നമുക്ക് 2 ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദിയും കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദിയും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 എണ്ണമാണ് നർമ്മദയും താപ്തിയും. അപ്പൊ അത് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലായിരിക്കും പതിക്കുന്നത്. ബാക്കി 4 എണ്ണവും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം ഓരോന്നിനെ പറ്റി. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിൽ നിന്നാണ്. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അതിന്റെ നീളം 857 കിലോമീറ്റർ ആണ്. 857 857 കിലോമീറ്റർ ആണ് മഹാനദിയുടെ നീളം. പോഷക നദികള് ഇബ്, ടെല്ല്. എന്തൊക്കെയാണ്? ഇബ്, ടെല്ല്. പതിക്കുന്നത് നമ്മൾ പറഞ്ഞു, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടമാണ് ഏത് ഭാഗത്ത് വരുന്നതാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള പശ്ചിമഘട്ട ഭാഗത്തു നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. നീളം 1465 കിലോമീറ്റർ. എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. ഇന്ദ്രാവതിയും ശബരിയുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തന്നെ. പിന്നെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിലാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലുള്ള ആ ഭാഗത്തുള്ള പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലുള്ള പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. അതിന്റെ നീളം ഏകദേശം 1400 കിലോമീറ്റർ ആണ്. എത്രയാണ്? 1400 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോഷക നദികള് തുംഗഭദ്രയും ഭീമയുമാണ്. തുംഗഭദ്ര, ഭീമ. പതനം ബംഗാൾ ഉൾക്കടലിൽ തന്നെ. അടുത്ത കാവേരി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിലാണ്. കർണാടകത്ത് വരുന്നതാണ് കേട്ടോ ബ്രഹ്മഗിരി. അതായത് പശ്ചിമഘട്ടം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണല്ലോ, അതിൽ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്നത്? പശ്ചിമഘട്ടത്തിലെ കർണാടകത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബ്രഹ്മഗിരി നദി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അതിന്റെ നീളം ഏകദേശം 800 കിലോമീറ്റർ ആണ്. എത്രയാണ്? 800 കിലോമീറ്റർ. പോഷക നദികള് കബനിയും അമരാവതിയുമാണ്. കബനി, അമരാവതി. ഇനി അത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ തന്നെ. ഇനിയുള്ള 2 എണ്ണവും എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് നർമ്മദയും താപ്തിയും. നർമ്മദ ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. നർമ്മദയുടെ നീളം 1312. 13-12 എന്ന് ഓർത്താൽ മതി. 13-12 കിലോമീറ്റർ ആണ്. പോഷക നദികള് ഹിരണും ബെഞ്ചനുമാണ്. ഏതൊക്കെയാണ്? ഹിരൺ, ബെഞ്ചൻ. പതനം അറബിക്കടലിലും. അടുത്ത താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുണ്ടായി പീഠഭൂമിയിൽ നിന്നാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ മുണ്ടായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. താപ്തിയുടെ നീളം 724 കിലോമീറ്റർ ആണ്. 724. പോഷക നദികള് ആനറും ഗിർണയാണ് പോഷക നദികൾ. അതും കൂടെ ഓർത്തിരിക്കുക. ആനറും ഗിർണയാണ് താപ്തിയുടെ പോഷക നദികൾ. ഇനി മുമ്പേ പറഞ്ഞ ഭാഗത്ത് 2 പോയിന്റാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെട്ട രാജ്യങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. അതുപോലെ തന്നെ ഗംഗാ നദീജല സന്ധി, അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു. 1996 ഗംഗാ നദീജല സന്ധി ഒപ്പുവെച്ചത്. ഇനി അടുത്ത ഒരെണ്ണമാണ് മഹാകാളി നദീജല സന്ധി. അത് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. 1996 തന്നെ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്നതാണ് ഈ പറഞ്ഞ സന്ധികളൊക്കെ ആരൊക്കെ തമ്മിലാന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനിയും ചോദിച്ചിരിക്കുന്ന നോക്കിയേ, ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ അത് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന, വാരണാസി, അലഹബാദ്, ഋഷികേശ്, ഫറൂഖാബാദ്, കനൌജ്, ഹാജിപൂർ. ഇതൊക്കെ
ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ്. ഏതൊക്കെയാണ്? ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന, വാരണാസി, അലഹബാദ്, ഋഷികേശ്, ഫറൂഖാബാദ്, കനൌജ്, ഹാജിപൂർ. ഇതൊക്കെ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ്. പിന്നെ ചോദിച്ചേക്കുന്ന കുംഭമേളകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഗംഗയുടെ തീരത്ത് തന്നെ ഉണ്ട്. ഏതൊക്കെ? അലഹബാദിലും ഹരിദ്വാറും. ഇവിടെ ഉത്തർപ്രദേശിലാണ് അലഹബാദ്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ്. അത് രണ്ടും ഗംഗയുടെ തീരത്താണ്. പിന്നെ ഉജ്ജയിനി മധ്യപ്രദേശിലാണ്. ക്ഷിപ്ര നദിയുടെ തീരത്താണ്. പിന്നെ നാസിക്കിൽ വെച്ചിട്ടും കുംഭമേള നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ്. ഗോദാവരി നദിയുടെ തീരത്ത്. ഓർത്തിരിക്കുക, കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. അലഹബാദ് ഉത്തർപ്രദേശില് ഗംഗാ നദിയുടെ തീരത്തും, ഹരിദ്വാർ ഉത്തരാഖണ്ഡില് ഗംഗയുടെ തീരത്തും, ഉജ്ജയിനി മധ്യപ്രദേശില് ക്ഷിപ്ര നദിയുടെ തീരത്തും, നാസിക് മഹാരാഷ്ട്രയില് ഗോദാവരിയുടെ തീരത്തുമാണ്. അപ്പൊ അതും പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നദീതീര പട്ടണങ്ങളാണ്. ഇത് മുമ്പ് ചോദിച്ചേക്കുന്ന പട്ടണങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ മുമ്പേ പറഞ്ഞ ഗംഗയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ലുധിയാന പഞ്ചാബിലാണ്. സത്ലജ് നദിയുടെ തീരത്താണ്. കട്ടക്ക് ചോദിച്ചിട്ടുണ്ട്. കട്ടക്ക് ഒഡീഷയിലാണ്. മഹാനദിയുടെ തീരത്താണ്. പിന്നെ നാസിക് മഹാരാഷ്ട്രയിലാണ്. ഗോദാവരിയുടെ തീരത്താണ്. കൊൽക്കട്ട എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഹൂഗ്ലിയുടെ തീരത്താണ്. അങ്ങനെ ചില പ്രധാനപ്പെട്ടത് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പാറ്റ്ന ചോദിച്ചിട്ടുണ്ട്. പാറ്റ്ന എവിടെയാ? ബീഹാറിലാണ്. ഗംഗാ നദിയുടെ തീരത്താണ്. ഗാന്ധിനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. സബർമതി നദിയുടെ തീരത്താണ്. അപ്പൊ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, പ്രധാനപ്പെട്ട പഠിക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് ഉപദ്വീപീയ നദികളും പറഞ്ഞു, ഹിമാലയൻ നദികളും പറഞ്ഞു. ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാന്നാ പറയാൻ പോകുന്നത്. ഹിമാലയൻ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ് ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത്. ഇനി ഹിമാലയൻ നദികൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം തരുന്നുണ്ട്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഉണ്ടാക്കുന്നവയാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപീയ നദികളാണെങ്കിൽ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമായിരിക്കും. പിന്നെ ഹിമാലയൻ നദിക്ക് അപരദന തീവ്രത കൂടുതലാണ്. കൂടുതലുള്ളത് ഹിമാലയൻ നദിയും കുറവുള്ളതാണ് ഉപദ്വീപീയ നദിയും. അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ പർവ്വത മേഖലകളിൽ എന്തുണ്ടാക്കുന്നു? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നത് ആരാണ്? ഹിമാലയൻ നദികളാണ്. അപ്പൊ ഗിരികന്ധരങ്ങൾ നമ്മൾ പറഞ്ഞു, സിന്ധു നദി എന്ന് പറഞ്ഞു അല്ലെ. ഹിമാലയൻ നദിയിലെ സിന്ധു നദിയാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. പിന്നെ ഉപദ്വീപീയ നദികളാണെങ്കിൽ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് താഴ്വരകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉപദ്വീപീയ നദികളിൽ എന്താണ് അറിയാം? കല്ലും മണലും ശിലകളൊക്കെയാണ് കൂടുതൽ. അതുകൊണ്ട് അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. പിന്നെ ഹിമാലയൻ നദികൾക്ക് ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. പക്ഷേ ഉപദ്വീപീയ നദിയാണെങ്കിലോ ജലസേചന ശേഷി കുറവായിരിക്കും. അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ സമതലങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ആര്? ഹിമാലയൻ നദികൾ. ഉൾനാടൻ ജലഗതാഗതത്തിന് അനുയോജ്യമായതാണ് ഹിമാലയൻ നദികൾ. പക്ഷെ ഉപദ്വീപീയ നദികളാണെങ്കിൽ ജലഗതാഗതത്തിന് എങ്ങനെയാണ്? താരതമ്യേന ഉപയോഗം കുറവാണ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഹിമാലയ നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ ആണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന്. അപരദന തീവ്രത കൂടുതൽ ഹിമാലയൻ നദിക്കും കുറവ് ഉപദ്വീപീയ നദിക്കുമാണ്. ജലസേചന ശേഷി കൂടുതലും ഹിമാലയൻ നദിക്കാണ്. സമതലങ്ങളും അതുപോലെ ഗിരികന്ധരങ്ങളും സൃഷ്ടിക്കുന്നതും ഹിമാലയൻ നദിയാണ്. അതുപോലെ വിസ്തൃതമായ വിഷ്ടിപ്രദേശമാണ് ഹിമാലയ നദിക്ക്. മറ്റതിനാണെങ്കിൽ അത് കുറവായിരിക്കും. പിന്നെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് ഹിമാലയ നദികളാണ് കൂടുതലായിട്ട്. അപ്പൊ നദികളെ പറ്റി അത്യാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗതാഗത മാർഗങ്ങളാണ്. ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളാണ്. എന്തൊക്കെയുണ്ട്? നമുക്ക് റോഡ് ഗതാഗതം ഉണ്ട്, ജലഗതാഗതം ഉണ്ട്, പിന്നെന്തുണ്ട്? വിമാനം അല്ലെ, എയർ ഗതാഗതം ഉണ്ട്, വിമാന ഗതാഗതം, വ്യോമ ഗതാഗതം ഉണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമുക്ക് ഗതാഗത മാർഗങ്ങൾ. ഇതിൽ ഒന്നാമത്താണ് റോഡ് ഗതാഗതം. റോഡ് ഗതാഗതം എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് എന്ത്? റോഡ് ഗതാഗതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിക്കാം. ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. എന്തൊക്കെയാണ്? ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ.
രാജ്യത്തിന്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങള്, അതുപോലെ പ്രധാന നഗരങ്ങള്, തുറമുഖങ്ങള്, അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയ പാതകൾ എന്ന് പറയുന്നത്. ഇതിന്റെ നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അതുപോലെ സംസ്ഥാന ഹൈവേ ആണെങ്കിൽ സംസ്ഥാന തലസ്ഥാനങ്ങളെ അതുപോലെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് സംസ്ഥാന ഹൈവേകൾ. അതിന്റെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതിന്റെ നിർമ്മാണ ചുമതല ജില്ലാ പഞ്ചായത്തുകൾക്കാണ്. പിന്നെ ഗ്രാമീണ റോഡ് എന്തായിരിക്കും? ഗ്രാമീണ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെയുള്ള റോഡിന്റെ 80% എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. അതിന്റെ നിർമ്മാണ ചുമതല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദേശീയ റോഡുകൾ കേന്ദ്ര സർക്കാരും, സംസ്ഥാന ഹൈവേകൾ സംസ്ഥാന സർക്കാരും, ജില്ലാ റോഡുകളാണെങ്കിൽ ജില്ലാ പഞ്ചായത്തും, ഗ്രാമീണ റോഡുകളാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. 80% ഗ്രാമീണ റോഡുകളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ഇതിനു മുമ്പ് PSC ചോദിച്ചിരിക്കുന്ന ഒരെണ്ണതാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് റോഡ് ഹൈവേ ആണ്. അതായത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് പറയുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് കേട്ടോ. ഇതിന്റെ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതലയുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കണം. ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. PSC മുമ്പ് ചോദിച്ചിരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സുവർണ ചതുഷ്കോണം എന്ന് അറിയപ്പെടുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? റോഡുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എത്ര വരി പാതയാണ്? 6 വരി പാതയാണ്. ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അത്തരം കാര്യങ്ങളും കൂടി ഓർത്തിരിക്കണം. പിന്നെ നമുക്കറിയാം റോഡുകളുടെയൊക്കെ സാന്ദ്രത എല്ലായിടത്തും ഒരുപോലെ അല്ല അല്ലേ? പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും പിന്നെ വികസനം, സാമ്പത്തിക വികസനമൊക്കെ മുൻനിർത്തിക്കൊണ്ട് റോഡ് ശൃംഖലയുടെ വികസനത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അത് പല സ്ഥലത്തും സാന്ദ്രത കൂടിയ റോഡുകളും ഉണ്ട്, അല്ലാത്ത റോഡുകളും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? റെയിൽ ഗതാഗതം. റെയിൽ ഗതാഗതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ആര്? റെയിൽവേ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ചരക്ക് ഗതാഗതത്തിനും അതുപോലെ സഞ്ചാരത്തിനൊക്കെയാണ് റെയിൽ ഗതാഗതം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു നിർണായക സ്ഥാനം ആർക്കുണ്ട്? റെയിൽവേക്കുണ്ട് അല്ലേ? എന്നാണ് ഇന്ത്യയിലെ റെയിൽവേ വന്നത്? 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അത് മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെയായിരുന്നു. എത്ര ദൂരമാണെന്നറിയാവോ? 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? മുംബൈ മുതൽ താനെ വരെ 1853 പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് എന്ത്? റെയിൽവേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റെയിൽ പാളങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയിൽവേനെ വർഗീകരിക്കുന്നുണ്ട്. റെയിൽ പാളങ്ങളുടെ അകലം അനുസരിച്ച്. അത് ഏതൊക്കെയാണ്? ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അതെന്തൊക്കെയാന്ന് നോക്കാം. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ ഈ പാലങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. എത്രയാണ്? 1.676 ആണ് ബ്രോഡ് ഗേജുകളിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം. ഇന്ത്യയിലെ 74% എങ്ങനത്തെയാണ്? ബ്രോഡ് ഗേജ് ആണ് കേട്ടോ. പിന്നെ മീറ്റർ ഗേജ് ആകുമ്പം 1 മീറ്റർ ആയിരിക്കും പാളങ്ങൾ തമ്മിലുള്ള അകലം. 21% അങ്ങനെയുള്ള പാളങ്ങൾ വരുന്നത്. പിന്നെ നാരോ ഗേജ് എന്ന് പറയുമ്പം 0.762 അല്ലെങ്കിൽ 0.610, 0.762 അല്ലെങ്കിൽ 0.610 ആണ് നാരോ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം. അത് 5% മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എങ്ങനത്തെയാണ്? ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര? 1.676 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഒരെണ്ണമാണ് കൊങ്കൺ റെയിൽവേ. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 1998 കൊങ്കൺ റെയിൽവേ എന്ത് ചെയ്തത്? നിർമ്മാണം പൂർത്തീകരിച്ചത്. അത് എവിടെ കൂടിയൊക്കെ ഉള്ളതാണ്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയാണ് നീണ്ടു നിൽക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ
മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ആകെ നീളം. 760 കിലോമീറ്ററാണ്. ഇത് കടന്നു പോകുന്ന സഞ്ചാരപാതകളിൽ 146 നദികളും പിന്നിടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2000 പാലങ്ങൾ, 91 തുരങ്കങ്ങൾ ഇവയൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു കൊങ്കൺ റെയിൽവേ പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം ഇവിടെയാണ്. 6.5 കിലോമീറ്ററാണ് ആ റെയിൽവേ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് പോകുന്നത്? സംരംഭങ്ങൾ ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ അതിൽ പങ്കാളികളാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയും ഗോവയും കർണാടകയുമാണ് ഈ സംരംഭത്തിന്റെ പങ്കാളികൾ. ആരൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. അതും പഠിക്കണം കേട്ടോ, പഠിക്കണം. അപ്പോൾ കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച് 1998 ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ജലഗതാഗതം. ജലഗതാഗതം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചരക്കു ഗതാഗതത്തിനാണ് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മേന്മകൾ എന്തൊക്കെയായിരിക്കും? ചെലവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്താണ്? ജലഗതാഗതമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതമാണ്. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? ചെലവ് കുറവാണ്, ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു, പരിസ്ഥിതി മലിനീകരണം ഇല്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിക്കുന്നത് ഏതാണ്? ജലഗതാഗതമാണ്. നമ്മുടെ ഈ ജലഗതാഗതം പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും. ഉൾനാടെന്ന് പറയുമ്പോൾ നമ്മൾ നദികള്, അതുപോലെ കായലുകള്, കനാലുകള്, അങ്ങനെയൊക്കെയുള്ള ജലാശയങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്നതിനെയാണ് ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അല്ലാതെ ഉൾനാടൻ ജലഗതാഗതം ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര നദികളും പിന്നെ കൃഷ്ണ, ഗോദാവരി അവയുടെ പോഷക നദികള്, ആന്ധ്ര, തമിഴ്നാട് പ്രദേശങ്ങളിലെ ബെങ്കിഹം കനാലുകള്, ഗോവയിലെ മണ്ടോവി, സുവാരി നദികള്, പിന്നെ കേരളത്തിലെ കായലുകൾ, അതൊക്കെ ഉൾനാടൻ ജലഗതാഗതം പ്രയോജനപ്പെടുത്തുന്നതാണ് കേട്ടോ. നമ്മുടെ ജലപാതകളെ, ഇന്ത്യയുടെ ജലപാതകളെ നമുക്ക് പ്രധാനമായിട്ടും 5 ദേശീയ ജലപാതകളായിട്ട് തിരിക്കാം. അത് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. എന്നാണ് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. അതനുസരിച്ച് നമുക്ക് 5 ദേശീയ ജലപാതകളെ തിരിക്കാം. PSC ചോദിച്ചിട്ടുണ്ട്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമതാണ് ദേശീയപാത 1 NW1. അത് ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നീളുന്നത്. എവിടെയാണ്? ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്ററാണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി അടുത്ത ദേശീയ ജലപാത 2 NW2. അത് ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ദുബ്രി വരെയാണ്. സാദിയ മുതൽ ദുബ്രി വരെയാണ്. 891 കിലോമീറ്ററാണ് അതിന്റെ നീളം. ഇനി അടുത്ത് നമ്മുടെ കേരളത്തിലെയാണ് ദേശീയ ജലപാത 3 NW3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3 എന്ന് അറിയപ്പെടുന്നത്. അത് 205 കിലോമീറ്ററാണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദേശീയ ജലപാത 4 NW4. അത് ഗോദാവരി, കൃഷ്ണ നദികളുമായിട്ട് ചേർന്നിട്ട് എവിടെയാണ്? കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. എവിടെ മുതലാണ്? കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ളതാണ് ജലപാത 4. അത് 1095 കിലോമീറ്ററാണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദേശീയ ജലപാത 5. അത് നമ്മളെ പൂർവ്വതീര കനാലുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ തീരത്തുള്ള ഇതാണ് ദേശീയ ജലപാത 5. അത് 623 കിലോമീറ്ററാണ് നീളം. അപ്പൊ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? നമ്മുടെ ഗംഗാ നദിയിലെ ദേശീയ ജലപാത 1 ഏറ്റവും നീളം കുറഞ്ഞത് ദേശീയ ജലപാത 3. അത് കേരളത്തിലാന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിലുള്ളത് ഓർത്തിരിക്കണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. അതാണ് കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത. ഏറ്റവും വലുത് ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. പിന്നെ ബ്രഹ്മപുത്രയിലെ ആണെങ്കിൽ സാദിയ മുതൽ ദുബ്രി വരെയാണ്. പിന്നെ ദേശീയ ജലപാത 5 എവിടേക്കാന്ന് ഓർത്തിരിക്കണം? ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് നമ്മുടെ ദേശീയപാത ജലപാതകൾ എന്താണ്? ചരക്ക് ഗതാഗതത്തിന് മാത്രമല്ല, മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനൊക്കെ വളരെയധികം പ്രയോജനകരമാണ് ഈ ജലഗതാഗതം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് 12ഓളം തുറമുഖങ്ങളുണ്ട് അല്ലെ. 12ഓളം പ്രധാന തുറമുഖങ്ങളും 180ഓളം ചെറിയ തുറമുഖങ്ങളും ഉണ്ട്. ഓക്കെ.
അന്താരാഷ്ട്ര വാണിജ്യത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങൾക്ക്. അതിനകത്ത് തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. നമ്മുടെ കിഴക്കൻ തീരത്തുമുണ്ട്, പടിഞ്ഞാറൻ തീരത്തുമുണ്ട്. അതിനകത്ത് ഇപ്പുറത്തെ സൈഡിൽ വരുന്നതാണ് കാണ്ട്ല, മുംബൈ, നവശേവ, മർമഗോവ, പിന്നെ മംഗലാപുരം, കൊച്ചി. അതൊക്കെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളാണ്. ഇനി കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണ്? തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദീപ്, ഹാൽഡിയ, കൊൽക്കട്ട. ഇതൊക്കെ എവിടത്തെയാണ്? ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, പോർട്ട് ബ്ലെയറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എവിടത്തെയാണ്? നമ്മുടെ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളാണ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. കാണ്ട്ല, മുംബൈ, നവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി. അത് പടിഞ്ഞാറൻ തീരത്തും. കിഴക്കൻ തീരത്ത് തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദീപ്, ഹാൽഡിയ, കൊൽക്കട്ട. ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന പുതിയതായിട്ടുള്ള കുറച്ച് നാളുകളായി പോർട്ട് ബ്ലെയറിൽ. അത്രയാണ് എന്ത് നമ്മുടെ തുറമുഖങ്ങൾ എന്നറിയപ്പെടുന്നത്. പിന്നെ വിഴിഞ്ഞം പദ്ധതിനെ പറ്റി അറിയാമല്ലോ. എന്താണ് വിഴിഞ്ഞം? ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം പദ്ധതിയാണ് അല്ലേ. അപ്പോൾ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങൾ ഉണ്ടാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നടത്തുന്നതെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടെയ്നർ തുറമുഖമായിട്ടാണ് വികസിപ്പിക്കുന്നത്. നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. 24 കിലോമീറ്റർ ആണെന്ത് സ്വാഭാവിക 24 കിലോമീറ്ററിൽ കൂടുതലാണെന്നതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ അത്രയും കൂടി ഇതിനകത്ത് ഓർത്തിരിക്കുക. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ലാസ്റ്റത്തേതാണ് വ്യോമഗതാഗതം അല്ലേ. വ്യോമഗതാഗതം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വ്യോമഗതാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അതിന്റെ കീഴിൽ നമുക്ക് 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടക്കം 126 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 11 എണ്ണമാണ്. അങ്ങനെ ആകെയുള്ളത് 126 എണ്ണമാണ്. ഇതിന്റെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് എയർ ഇന്ത്യയാണ്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ, അതുപോലെ ആഭ്യന്തര വിമാന സർവീസുകൾ ഇന്ത്യൻ എയർലൈൻസുമാണ്. അന്താരാഷ്ട്രം എയർ ഇന്ത്യയും പിന്നെ ആഭ്യന്തര വിമാന സർവീസുകൾ ഇന്ത്യൻ എയർലൈൻസുമാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുക. ആദ്യമേ നദികളെ പറ്റി പറഞ്ഞു, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. പിന്നെ നമ്മൾ ഗതാഗതമാണ്, ജലഗതാഗതം, റോഡ് ഗതാഗതം, റെയില്, പിന്നെന്താ പറഞ്ഞത് വ്യോമഗതാഗതം. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒന്നും മിസ് ചെയ്യാനായിട്ടില്ല. SCERT ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എല്ലാ പോയിന്റും പഠിക്കണം. ഓക്കെ, താങ്ക് യു.